നമ്മുടെ ജീവിതയാത്രയിൽ നാം എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും സമാധാനമില്ല എങ്കിൽ നേടിയതെല്ലാം വെറുതെയാണ് എന്ന് കാണുവാൻ കഴിയും. യഥാർത്ഥ സമാധാനം തേടിയുള്ള യാത്രയിൽ ലോകം തരുന്ന സമാധാനം നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ദൈവം തരുന്ന സമാധാനവും നമുക്ക് കാണാം. ലോകം തരുന്ന സമാധാനം അനുകൂല സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ദൈവം തരുന്ന സമാധാനം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ഉളവാകുന്നു. ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്, ഏത് നിമിഷവും നഷ്ടപ്പെടാം. എന്നാൽ ദൈവം തരുന്ന സമാധാനം ശാശ്വതവും സകല ബുദ്ധിയെയും കവിയുന്നതുമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ലോകം തരുന്ന സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഭയം ജനിക്കുന്നു. എന്നാൽ ദൈവം തരുന്ന സമാധാനം ജീവിതയാത്രയിൽ സാഹചര്യങ്ങളെ അനുസരിച്ച് മാറുകയില്ല. കൊടുങ്കാറ്റിലും കാരാഗ്രഹത്തിലും നിലനിൽക്കുന്ന സമാധാനമാണ് ദൈവം തരുന്നത്. ലോകം തരുന്ന സമാധാനം നമുക്ക് അധികാരം ലഭിക്കുമ്പോൾ, നമുക്ക് ധനം ലഭിക്കുമ്പോൾ, ബാഹ്യമായ കാര്യങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ ദൈവം തരുന്ന സമാധാനം നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിന്റെ ഫലമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം. ലോകം തരുന്ന സമാധാനമാണോ യഥാർത്ഥത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, അതോ ദൈവിക സമാധാനമാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ലോകം തരുന്ന സമാധാനത്തിന് പുറകെ ഓടി ഒരു വിഷയം വരുമ്പോ, ഒരു പ്രശ്നം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ താളടിയായി പോകാതെ ദൈവിക സമാധാനത്തിൽ വസിക്കുന്ന വ്യക്തിയെ പോലെ ഏതു പ്രതിസന്ധികളുടെ നടുവിലും സന്തോഷത്തോടെ ദൈവ സാന്നിധ്യത്തെ രുചിച്ചറിയുന്ന നിമിഷങ്ങളായി മാറേണ്ടത് ആവശ്യമാണ്. പാപപ്രവൃത്തികൾ കൊണ്ട് വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുക്കുവാൻ കഴിയാതിരുന്ന നമ്മെ രക്ഷിക്കുന്ന മകനാക്കി മകളാക്കി മാറ്റുന്ന ദൈവസ്നേഹം നാം കാണാതെ പോകരുത്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമാക്കുന്നത് നമ്മുടെ സമാധാനത്തിന്റെ അടിസ്ഥാനം നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ യോഗ്യതയോ അല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണമാണ്. നാം പാപികളായിരുന്നപ്പോ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെട്ടപ്പോ നമുക്ക് ദൈവത്തോടുള്ള സമാധാനം ലഭിച്ചു. ഇത് നിയമപരമായ ഒരു അവസ്ഥയാണ്. അതായത് ദൈവം നമ്മെ ഇനി ശത്രുക്കളായിട്ടല്ല, മക്കളായിട്ടാണ് കാണുന്നത്. ഇതാണ് യഥാർത്ഥമായ ആന്തരിക സമാധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ജീവിതത്തിൽ ഒരു സമാധാനവും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ യേശുക്രിസ്തുവിലൂടെയുള്ള ഈ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ സമ്പത്തുണ്ടാകാം, മറ്റെല്ലാം ഉണ്ടാകാം, എന്നാലും ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന വിടവ് നികത്തുവാൻ ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. നാം ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ നാം ആഗ്രഹിച്ച് ചുവടുകൾ വെക്കുമ്പോൾ നാം ദൈവിക പ്രൊവിഷനുകൾ കാണുവാൻ തുടങ്ങും. എന്തെന്നില്ലാത്ത ആ ദൈവിക സമാധാനം നമ്മെ വന്ന് മൂടുമ്പോൾ ഇന്ന് ശത്രു കൊണ്ടുവന്നിടുന്ന വിഷയങ്ങളുടെ നടുവിൽ ശത്രുവിന്റെ വലുപ്പം നാം കാണുകയല്ല, മറിച്ച് കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പം നാം കാണുവാൻ തുടങ്ങും. അതേ പ്രിയ ദൈവത്തിലെ, ജീവിതയാത്രയിൽ താളടിയായി പോകാതെ നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കണമെന്ന് ഈ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് തന്റെ ശിഷ്യന്മാരോട് ചേർന്നുള്ള യാത്രയിൽ പല സാഹചര്യങ്ങളിലും ശിഷ്യന്മാർ ഭയപ്പെടുന്നത്, അസ്വസ്ഥമാകുന്നത് കാണുന്ന യേശു ഭയപ്പെടാതെ ധൈര്യമായിരിക്കാൻ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കൂടെയുള്ള ദൈവത്തിൽ വിശ്വസിക്കുവാൻ അവരോട് പറയുന്നുണ്ട്. ഭയപ്പെടുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഗലീല കടലിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരുടെ പടകിലടിച്ച കൊടുങ്കാറ്റിന്റെ തീവ്രത മനസ്സിലാക്കുന്ന ശിഷ്യന്മാർ ഭയപ്പെടുമ്പോൾ ആ പ്രകൃതിക്ഷോഭത്തിന്റെ നടുവിലും യേശു പകർന്ന ധൈര്യവും സമാധാനവും നമുക്കിവിടെ കാണുവാൻ കഴിയും. പരിചയസമ്പന്നരായ മുക്കുവരായ ശിഷ്യന്മാർ, കടലിന്റെ സകല ഗതിയും അറിയുന്നവർ, തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുമ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. ജീവിതയാത്രയിൽ ഇനി മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല എന്ന തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇതേ ദൈവശബ്ദം ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട, കൂടെയുള്ള യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ കഴിവുകളോ നമ്മുടെ അനുഭവ സമ്പത്തോ ഒരുപക്ഷെ സഹായിച്ചു കൊള്ളണം എന്ന് വരികയില്ല. എന്നാൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ വെളിപ്പെടുന്ന സമാധാന പ്രഭുവായ യേശുവിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സമാധാനം നമുക്ക് കാണുവാൻ കഴിയുന്നത്.
പ്രിയ ദൈവത്തിലെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്ന് തിരിച്ചറിയണം. അതെ, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് ദൈവിക സമാധാനത്തിന്റെ തുടക്കം. നാളെയെക്കുറിച്ച് വിചാരപ്പെട്ട് ഹൃദയം കലങ്ങി ഇനി എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്ന പ്രിയ ദൈവവേദലേ, നിങ്ങളെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന അറിയിക്കുകയാണ്. ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണും, നിങ്ങൾ അത് അനുഭവിക്കും. വിശ്വസിക്കാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ എന്നോട് ചേർന്ന് പറയണം, ഈ ജീവിക്കുന്ന യേശുവിന്റെ പ്രവൃത്തി ഞാൻ എന്റെ ജീവിത മേഖലകളിൽ കാണുമെന്ന് പറഞ്ഞ്. അതെ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുവാൻ പോകുകയാണ്. ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തിരക്കരങ്ങൾ തരികയാണ്. ജീവിതത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ കരം പിടിച്ചു വഴി നടത്തുന്ന ദൈവ സാന്നിധ്യം ഈ ജനം അനുഭവിച്ചറിയണം. ഒരു വലിയ നീക്കുപോക്ക് ദൈവം ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുന്നതിനാൽ നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാനം മഹത്വം അങ്ങേക്ക്. സകലവും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ യേശു കൊണ്ട് നിങ്ങളുടെ കൂടെ ധൈര്യമായിരിക്കണം. ഈ ലോകം തരുന്നത് പോലെയല്ല ദൈവിക സമാധാനം. ആരൊക്കെ കൈവിട്ടാലും കൈവിടാതെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ധൈര്യമായിരിക്കും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ blessed.